അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓൾഡ് ഔട്ട് ഇട്ടത് അല്ലാതെ മൈക്ക് കിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഏതായാലും ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവരെയും ഇന്നത്തെ ബുശ്റാ മുഴുവനിലേക്ക് സ്വാഗതം ചെയ്യാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് സൽമാൻ അസ്ഹരിയാണ് ഇന്ന് ബുശ്റാ മുഴുവൻ ക്ലാസ് എടുക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച അസ്ഹരി സംസാരിച്ചത് ഈമാൻ എന്ന വിഷയത്തെ സംബന്ധിച്ചായിരുന്നു. ഇന്നും തന്നെ അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് സംസാരിക്കുന്നത്. എല്ലാവരും ക്ലാസ് ഒക്കെ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇൻഷാ അല്ലാഹ് ഈ ബുശ്റാ മുഴുവന് ശേഷം നല്ല ചർച്ചകളൊക്കെ നടക്കും. ബഹുമാനപ്പെട്ട RCKP, അതുപോലെ തന്നെ സൽമാൻ അസ്ഹരി ഉസ്താദും ഇസ്മത് ഫൈസിയും എല്ലാവരും ഇൻഷാ അല്ലാഹ് മറുപടിയൊക്കെ പറയും. എല്ലാവരും സജീവമാവണമെന്ന് അറിയിക്കുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ബുശ്റാ മുഴുവനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അത് സംബന്ധമായ ആ സോങ് ഇവിടെ പ്ലേ ചെയ്യാൻ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട അൽ ഇസ്തിഖാമയെ ക്ഷണിക്കുകയാണ്. അൽ ഇസ്തിഖാമ ആ സോങ് പ്ലേ ചെയ്തതിനു ശേഷം സൽമാൻ അസ്ഹരി ഉസ്താദ് മൈക്കിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ നിങ്ങൾ എന്നെ കേട്ടില്ല സത്യല്ലേ? തൂബലനാ ഹക്കിന്റെ തീരേ, തൂ വെളിച്ചം കാട്ടിയ ദീനിൽ നിഞ്ചതീരേ. തൂബലനാ ഹക്കിന്റെ തീരേ, തൂ വെളിച്ചം കാട്ടിയ ദീനിൽ നിഞ്ചതീരേ. അതതിൽ നമുക്കലിപ്പെഴുതാം അഹ്ലം വസഹ്ല, ബുശ്റാക്കുമുൽ ജന്നത്തിന്റെ പൂർണ്ണ ജമാല. തൂബലനാ ഹക്കിന്റെ തീരേ, തൂ വെളിച്ചം കാട്ടിയ ദീനേ നിയതീനേ. തൂബലനാ ഹക്കിന്റെ തീരേ, തൂ വെളിച്ചം കാട്ടിയ ദീനേ നിയതീനേ. ഉള്ളിലിമാനിൻ വിളക്ക് കത്തി നിൽക്കണം, ഉള്ളറിഞ്ഞ് ദീൻ ഇസ്ലാമിൽ ലയിക്കണം. ഉള്ളിലിമാനിൻ വിളക്ക് കത്തി നിൽക്കണം, ഉള്ളറിഞ്ഞ് ദീൻ ഇസ്ലാമിൽ ലയിക്കണം. ഇറയോനെ നേരിൽ കാണും പോലെ പിന്നെ മുനാജാ, ഇറയോനെ നേരിൽ കാണും പോലെ പിന്നെ മുനാജാ. ഇഹ്സാനിൽ സർവം വിലയം പ്രാപിച്ചേറ്റി ദരജ. തൂബലനാ ഹക്കിന്റെ തീരേ, തൂ വെളിച്ചം കാട്ടിയ ദീനേ നിയതീനേ. തൂബലനാ ഹക്കിന്റെ തീരേ, തൂ വെളിച്ചം കാട്ടിയ ദീനേ നിയതീനേ. അഹ്ലു സുന്നത്തിന്റെ സൽപന്ഥാവിൽ ചേരുവാൻ, അറിവ് കൊണ്ട് അമലുകൾ ഖബൂൽ തുടർത്തുവാൻ. അഹ്ലു സുന്നത്തിന്റെ സൽപന്ഥാവിൽ ചേരുവാൻ, അറിവ് കൊണ്ട് അമലുകൾ ഖബൂൽ തുടർത്തുവാൻ. അവരാറ് ചേർന്ന് നാളെ സ്വർഗലോകം പുൽകുവാൻ, അവരാറ് ചേർന്നു നാളെ സ്വർഗലോകം പുൽകുവാൻ. യാ മുജീബ ദഅവതിനാ യാ ദൽ ജലാലേ. തൂബലനാ ഹക്കിന്റെ തീരേ, തൂ വെളിച്ചം കാട്ടിയ ദീനേ നിയതീനേ.
ഈനിൻ മുത്തുമണികൾ വീണുപോയ നിധനം തൽക്ഷണം തിരിച്ചെടുത്ത് കൽബുണർത്തണം. ഈനിൻ മുത്തുമണികൾ വീണുപോയ നിധനം തൽക്ഷണം തിരിച്ചെടുത്ത് കൽബുണർത്തണം. ദീനിന്ദുലൂമുകൾ തുറക്കും അറിവിൻ ജാലകം, ദീനിന്ദുലൂമുകൾ തുറക്കും അറിവിൻ ജാലകം. ദീപ്തി തെളിച്ച് കാവൽ തീർത്ത ഖൈറിൻ താരകം. യാ ഇലാഹൽ ആലമീന യാ ഇലാഹനാ, യാ ഇലാഹൽ ആലമീന യാ ഇലാഹനാ. തൂബലനാ 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 ഹഖിൻ യഖീനേ. തൂവെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ. തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ. തൂവെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ. അതതിൽ നമുക്കലിപ്പെഴുതാം അഹ്ലം വസഹ്ല. ബുശ്റാക്കും യൗം ജന്നത്തിന്റെ പൂർണ്ണ ജമാല. തൂബലനാ 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 ഹഖിൻ യഖീനേ. തൂവെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ. തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ. വെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. توكل على الرحمن في كل حاجتي أردت فإن الله يقضي ويقدر. متى ما يريد ذو العرش أمرا بعبده يصبه وما للعبد ما يتخير. ബഹുമാന്യരായ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഉത്തരവാദിത്തപ്പെട്ട അഡ്മിന്മാരെ, ഉസ്താദുമാരെ, സാദാത്യങ്ങളെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രവർത്തനങ്ങളിൽ വളരെ ജാഗ്രതയോടുകൂടെ തങ്ങളുടെ വിലപ്പെട്ട സമയം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തന ബോധയിൽ സജീവമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, റേഡിയോ വഴിയും മറ്റും KICRന്റെ ശബ്ദത്തിന് കാതോർക്കുന്ന KICRന്റെ ഗുണകാംക്ഷികളായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ദ് ഫദ്ൽ കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ അത്രയും അവന്റെ ത്വാഅത്തിലും റിളയിലുമാക്കി തീർക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെറുതും വലുതുമായി നിരവധി തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് നമ്മളൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ദ് ഫദ്ൽ കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട് നമുക്കും മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർ എല്ലാവർക്കും, ദുആ വസിയത്ത് ചെയ്തവർക്കുമൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ.
നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നിരവധി ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അവരുടെ ഖബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. പലരും ജീവിച്ച് കൊതിതീരും മുമ്പേ നമ്മിൽ നിന്ന് അടർന്നു വീണവരാണ്. അവർക്കൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. എന്തെങ്കിലും പ്രയാസം ഖബർ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട് അവർക്കൊക്കെ സലാമത്തും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. മുശറാഖുൽ യൗമിൽ കഴിഞ്ഞ 2 ക്ലാസുകളിൽ ഈമാനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയും അതിനു മുമ്പുള്ള കഴിഞ്ഞ ബുധനാഴ്ചയും അതിനു മുമ്പുള്ള ചൊവ്വാഴ്ചയും. നമുക്കറിയാം ഈമാനിന് നിരവധി ശാഖകളുണ്ട്, മഹാന്മാര് പഠിപ്പിച്ചു. അതിൽ വളരെ പ്രധാനപ്പെട്ട ശാഖ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായും പ്രഥമമായും, അതായത് അടിസ്ഥാനപരമായി നമ്മൾ പറയുന്നത്, നമ്മൾ പഠിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുമായ വളരെ പ്രധാനപ്പെട്ട സംഗതികളുണ്ട്. അതാണ് അസുൽ, അതാണ് അടിസ്ഥാനം. അതിൽ നിന്നുകൊണ്ടുള്ള ശാഖകളും ശാഖോപശാഖകളുമായി ഈമാനിന് നിരവധി കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ബുശ്റാക്കുമുൽ യൗം ഇൻഷാ അല്ലാഹ് തുടരുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ബാക്കിയുള്ള ശാഖകളും അതിന്റെ മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്ന ക്ലാസുകളിലൊക്കെ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിആയ ഇൽമും ഈമാനും തഖ്വയും നമുക്കും അഹ്ലുകാർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. നിരവധി ഉസ്താദുമാർ ബുശ്റാക്കുമുൽ യൗമിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ആ ഉസ്താദുമാരൊക്കെ അവരൊക്കെ ഭൗതികമായ ഒരു ലാഭേച്ഛയുമില്ലാതെയാണ് ഈ പരിശുദ്ധമായ ഉദ്യമത്തിന് ഇറങ്ങിയിരിക്കുന്നത്. നല്ലൊരു അധ്വാനം ഇതിന്റെ പിന്നിൽ അവർക്കൊക്കെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ക്ലാസ് റൂമിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വന്യരായ ഉസ്താദുമാർക്ക്, ആലിമീങ്ങൾക്കൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം 2 വീട്ടിലും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെയൊക്കെ കുടുംബത്തിലും അവരുടെയൊക്കെ ജോലികളിലുമൊക്കെ അല്ലാഹു ഐശ്വര്യവും ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഒരു ദിവസം ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബാക്കിറാം റളിയല്ലാഹു അൻഹും അവരും കൂടെ ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് അപരിചിതനായ, അവർക്ക് മുമ്പ് പരിചയമില്ലാത്ത ഒരാള് കടന്നു വരികയുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസാണിത്, ഒരു സംഭവമാണിത്. ആ സമയത്ത് ഈ വന്ന വ്യക്തി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് അസ്നദ റുക്ബത്തൈഹി ഇലാ റുക്ബത്തൈഹി, അദ്ദേഹത്തിന്റെ 2 റുക്ബത്തും മുട്ടിൻകാലുകൾ റസൂലുള്ളാഹി തങ്ങളുടെ മുട്ടിൻകാലിനോട് ചേർത്ത് വെച്ചിരുന്നു. അത്രയും അടുപ്പവും ബന്ധവും പരിചയവുമുള്ള ആളുകളാണ് അങ്ങനെ സാധാരണ ഇരിക്കുക. വദഅ യദൈഹി അലാ ഫഖദൈഹി, തങ്ങളുടെ 2 തുടയുടെ മുകളിൽ ആ വന്ന വ്യക്തി അദ്ദേഹത്തിന്റെ 2 കൈകൾ വെച്ചു. സ്വഹാബികൾക്ക് വലിയ അത്ഭുതമായി. കാരണം മഹാന്മാരായ സ്വഹാബാക്കിറാം റളിയല്ലാഹു അൻഹും അവര് അള്ളാഹുവിന്റെ പ്രവാചകരുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു രംഗമുണ്ട്. അവര് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് കഅന്നഹും അലാ റൂസിഹിം അത്വയ്ർ, അവരുടെ തലക്ക് മുകളിൽ പക്ഷികൾ ഇരിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞാൽ, തങ്ങളുടെ തലക്ക് മുകളിൽ ഒരു പക്ഷി ഇരിക്കുകയും ആ പക്ഷി പറന്നു പോവാതിരിക്കാൻ വേണ്ടി അനങ്ങിയാൽ ആ പക്ഷി പറന്നു പോകും. അപ്പോ ആ പക്ഷി പറക്കരുത് എന്ന്, അതവിടെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എപ്രകാരമാണോ ഇരിക്കുക അപ്രകാരമാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ സദസ്സിൽ മഹാന്മാരായ സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും ഇരിക്കാറുണ്ടായിരുന്നത്. ഇതാണ് വിഷയം. അതായത് റസൂലുള്ളാഹി തങ്ങളോടുള്ള അവർക്കുള്ള ആദരവ്. ഈ ഹദീസ് കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ഇന്നുള്ള ചില ആളുകൾ മഹാന്മാരായ സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ആ ഒരു രംഗം കണ്ടിരുന്നുവെങ്കിൽ ഇവരെല്ലാവരും എന്താ റസൂലുള്ളാഹി തങ്ങളെ ആരാധിക്കുന്നത് എന്ന് ചോദിക്കുമായിരുന്നു. ആദരവിന് ആരാധന എന്ന് മനസ്സിലാക്കിയ ഇന്നുള്ള ചില അല്പന്മാരായ ആളുകൾ അവർ തീർച്ചയായും മഹാന്മാരായ സ്വഹാബത്തിന്റെ ഇരുത്തം കാണുമ്പോൾ റസൂലുള്ളാഹി തങ്ങളെ ആരാധിക്കുകയാണെന്ന് അവർ പറയും. കാരണം ആദരവ് അവരുടെ ഭാഷയിൽ ആരാധനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അപ്രകാരമാണ് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ മഹാന്മാരായ സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും ഇരുന്നിരുന്നത്. പക്ഷെ ഈ വന്ന വ്യക്തി ഇരിക്കുന്നതോ, ഇദ്ദേഹം ഇരിക്കുന്നത് അസ്നദ റുക്ബത്തൈഹി ഇലാ റുക്ബത്തൈഹി വവളഅ യദൈഹി അലാ ഫഖദൈഹി, അത്രയും അടുപ്പവും ബന്ധവുമുള്ള സ്ഥിതിക്ക്, അത്രയും പരിചയമുള്ള ആളുകൾ ആണ് അങ്ങനെ ഇരിക്കുക. വന്ന് തൊട്ടടുത്തിരുന്ന് മറ്റേ ആളുടെ തുടയുടെ മുകളിൽ കൈവച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ, അതും ഹബീബായ മുത്തുനബിയുടെ മുന്നിൽ അങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ സ്വഹാബികൾക്ക് ഇത് വലിയ ആശ്ചര്യമായി. ഇവർ അത്ഭുതപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നോക്കുക. പിന്നെ ഇത് ആരാണ് എന്താണ് എന്നൊന്നും റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ അവർ ചോദിക്കില്ല. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി എന്ന ആയത്ത് ഇറങ്ങിയതിനു ശേഷം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്, ഈ ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നത് റസൂലുള്ളാഹി തങ്ങൾ കേൾക്കാറുണ്ടായിരുന്നില്ല എന്ന്. റസൂലുള്ളാഹി തങ്ങളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തങ്ങളത് കേൾക്കാൻ കഴിയില്ല, അത്രയും പതുക്കെ. അതായിരുന്നു മഹാന്മാരായ സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹു. ആ രീതിയിലാണ് അവർ തങ്ങളെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ അത്ഭുതമായി. എന്നിട്ട് ഈ വന്ന വ്യക്തി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ചു. ആദ്യമായി അയാൾ ചോദിച്ചത് ഇസ്ലാമിനെ കുറിച്ചാണ്. റസൂലുള്ളാഹി തങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. പിന്നെ അയാൾ ചോദിച്ചു, വമൽ ഈമാൻ, എന്താണ് അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ എന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഈമാൻ പറഞ്ഞു കൊടുത്തു. അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്ത ഈമാനിന്റെ 6 കാര്യങ്ങൾ ഇതാണ്. ഈ അടുത്ത കാലത്ത് ചില ആളുകളൊക്കെ ഈമാനിനെ 6ൽ നിന്ന് 5ലേക്ക് മാറ്റാൻ ചില ഗോപ്യമായ ശ്രമങ്ങളൊക്കെ നടത്തിയതായി അറിയാൻ കഴിഞ്ഞു. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലും അതൊന്നും ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടുമുള്ള ഗുണകാംക്ഷയുടെ ഭാഗമല്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഈമാനിനെ 5ആക്കി ചുരുക്കാൻ ശ്രമിച്ചു. ഖദറിനെ അവൻ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചു. അതൊന്നും ഒരു പുതിയ കണ്ടെത്തലുകളൊന്നുമല്ല. ഖദറിനെ നിഷേധിച്ച ആളുകൾ മുമ്പും ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. ഖദരിയാക്കൾ എന്ന ഒരു വിഭാഗം തന്നെ ഇവിടെ നിലവിലുണ്ടായിരുന്നു. ഖദർ അവർ വിശ്വസിക്കുന്നവരായിരുന്നില്ല. അവർ പറഞ്ഞത് ഈമാൻ 5 ഉള്ളൂ എന്നാണ്. പക്ഷെ ഇവിടെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു 6 കാര്യങ്ങളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി. അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹുവിന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹുവിന്റെ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കുക, അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കുക, ഖദർ കൊണ്ട് വിശ്വസിക്കുക. ഈ 6 കാര്യങ്ങളാണ്. ബാക്കിയുള്ള 60-ലധികം ശാഖകൾ എന്ന് പറയുന്നത് ഈ 6ൽ നിന്നും ഉണ്ടാകുന്ന ശാഖകളാണ്, ഇതിന്റെ ചില്ലകളാണ്, ഇതിന്റെ കമ്പുകളാണ്. ഇതാണ് മർമ്മം, ഇതാണ് അടിവേര്, ഇതാണ് അസുൽ. ഈ 6ൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ അയാളുടെ ഈമാൻ പൂർണ്ണമല്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഈമാനും തഖ്വയും അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ഖദറിലുള്ള വിശ്വാസം ഒക്കെ നമ്മൾ സൂക്ഷ്മമായി
ഇൻഷാ അല്ലാഹ് ഇന്ന് അത് നടക്കും തോന്നുന്നില്ല. അടുത്ത ബുശ്റാക്കുൽ യൗമിൽ ഖദറിനെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ പ്രസക്തി നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കാരണം അറിയാതെ, നമ്മൾ പോലും അറിയാതെ ഖദറിലുള്ള വിശ്വാസം നമ്മിൽ നിന്ന് ചോർന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, ഇതാണ് 6 കാര്യങ്ങളെ റസൂലുള്ളാഹി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു ആ വന്ന വ്യക്തി. റസൂലുള്ളാഹി തങ്ങൾ ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, സ്വദഖ്ത, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഇതുകൂടെ കേട്ടപ്പോൾ സ്വഹാബത്തിന്റെ അത്ഭുതവും ആശ്ചര്യവും ഒന്നുകൂടെ വർദ്ധിച്ചു. കാരണം ഒരാളോടൊരു കാര്യം ചോദിക്കുന്നു, അയാൾ പറയുന്നത് ശരിയാണെന്ന് സർട്ടിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇയാൾക്ക് ഈ വിഷയം മുമ്പേ അറിയണം. അപ്പോഴാണല്ലോ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറയാ. അല്ലെങ്കിൽ ആ പറഞ്ഞത് പഠിക്കാനാണെങ്കിലും അല്ലെങ്കിൽ അറിയാനാണെങ്കിലും അത് കേൾക്കുക ചെയ്യുക. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അപ്പൊ ഇയാൾക്കതറിയാം. ഇതാരാണപ്പ? സ്വഹാബികൾ അത്ഭുതത്തിന്റെ മേൽ അത്ഭുതം. പിന്നെ അയാൾ ചോദിച്ചു, ഇഹ്സാനിനെ കുറിച്ച് ചോദിച്ചു, പിന്നെ സാഴത്തിനെ കുറിച്ച് ചോദിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചു. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇയാൾ തിരിച്ചു പോയ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിന്റെ ഈ ആശ്ചര്യം മനസ്സിലാക്കിയിട്ടെന്ന പോലെ തങ്ങൾ ചോദിച്ചു, ആ വന്ന ആൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹാദാ ജിബ്രീൽ അതാകും ലിയുഅല്ലിമകും ദീനകും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പഠിപ്പിച്ചു തരാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാമാണ് വന്നത്. നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി. റസൂലുള്ളാഹി തങ്ങൾക്കതറിയാം. തങ്ങളുടെ മുമ്പിൽ ചോദ്യോത്തര ശൈലിയിലാകുമ്പോൾ കേൾവിക്കാരായ ആളുകൾക്ക് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ നമ്മൾ സംവാദങ്ങളും മുഖാമുഖങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നത്. ചോദിക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും മാത്രം ഗ്രഹിക്കാനല്ല, പിന്നെ ഇതിന്റെ സാമിഈങ്ങളായ ആളുകൾക്ക്, കേൾവിക്കാരായ ആളുകൾക്ക് അവർക്ക് കൂടെ കാര്യങ്ങൾ ഗ്രഹിക്കാനാണ് ഈ ചോദ്യോത്തര ശൈലി. അതാണ്. അപ്പോ അതാക്കും ലിയുഅല്ലിമകും ദീനകും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാമാണ് വന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വഹ്യ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരീഅത്തിന്റെ വാഹകനാണ്, ദീനിന്റെ പ്രബോധകനാണ്. ഇവര് രണ്ടുപേരും ആളുകൾക്ക് ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞ സംഗതി, ഈമാനിനെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോൾ 6 കാര്യങ്ങളാണ് പറഞ്ഞത്. 5 അല്ല, 6 കാര്യങ്ങൾ. അതാണ് യാഥാർത്ഥ്യം, അതാണ് ശരി. അതല്ലാതെ ആര് 5ഉം 4ഉം ആക്കിയാലും അവരുടെ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടതാണ്. അല്ലാഹു തആല ഈമാൻ പിഴക്കുന്ന സാഹചര്യങ്ങളെ തൊട്ട് നമ്മയും അഹ്ലുകാരെയും കാത്തുരക്ഷിക്കട്ടെ. ഇനി ഇതിൽ പറഞ്ഞ 6 കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ മർമ്മപ്രധാനമായ വിഷയം അല്ലാഹുവിലുള്ള വിശ്വാസം എന്നാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം. അല്ലാഹുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അല്ലാഹുവിലുള്ള വിശ്വാസം? അപ്പൊ നമുക്കൊക്കെ ഏതോ ഒരു ദൈവം, എല്ലാരും പറയുന്നുണ്ട് ഒരു ദൈവമുണ്ട് എന്ന്. അങ്ങനെ ഒരു ദൈവം ഉണ്ടത്രേ. അല്ലെങ്കിൽ കുറെ കാലം മുമ്പേ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് അള്ളാഹു, അങ്ങനെ ഒരു അള്ളാഹു ഉണ്ടാവാം. ഈ രീതിയിലുള്ള ഒരു ശക്ക് യഖീനിന്റെ അടിയിലുള്ള വിശ്വാസമൊന്നുമല്ല. പിന്നെ അത് ഉറച്ച വിശ്വാസമായിരിക്കണം. ഉറക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് ഉറക്കണം. അത് ഉറക്കാൻ എന്താ മാർഗം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് ദൃഢമായും ഒരു മനുഷ്യന് ഉറപ്പുവരാൻ എന്താ മാർഗം? അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതിനു മുമ്പ് ഇവിടെ ചില വിഷയങ്ങളുണ്ട്. ഇപ്പോ നമ്മുടെ നാട്ടിലുള്ള അമുസ്ലിമീങ്ങളായ ആളുകൾ അവര് പറയുന്ന ഒരു ദൈവമുണ്ട്. ഒരു മലയാളിയായ മുസ്ലിം ദൈവം എന്ന് പറയുന്നതും ഒരു മലയാളിയായ അമുസ്ലിം ദൈവം എന്ന് പറയുന്നതും ഭാഷാപരമായി രണ്ടും ദൈവങ്ങളാണ്.
പക്ഷെ മുസ്ലിം പറയുന്ന ദൈവം എന്ന് പറയുന്നത് ഏകനായ, നിരാശ്രയനായ, ഒരാളെയും ആശ്രയിക്കാത്ത, എന്നാൽ എല്ലാവരും ആശ്രയിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ആ റബ്ബിനെ കുറിച്ചാണ് ഒരു മുസ്ലിമായ മലയാളി ദൈവം എന്ന് പ്രയോഗിക്കുന്നത്. എന്നാൽ ഒരു അമുസ്ലിമായ മലയാളി ദൈവം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറയുന്ന അള്ളാഹുവിനെയല്ല, മറിച്ച് അവൻ സൃഷ്ടിച്ചെടുത്ത ഏതെങ്കിലും ബിംബത്തിലോ പ്രതിമയിലോ അല്ലെങ്കിൽ അവന്റെ ഐതിഹ്യങ്ങളിൽ നിന്നും ഉടലെടുത്ത ഏതാനും ചില മുനിമാരുടെയോ ശില്പികളുടെയോ ഒക്കെ കരങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഏതെങ്കിലും പ്രതിമകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ശിലകളോ ഒക്കെ ആയിരിക്കും. ഇവിടെ ദൈവം എന്നാണ് പ്രയോഗിക്കുന്നത് മുസ്ലിമും അമുസ്ലിമും. പക്ഷേ ഒന്ന് അള്ളാഹുവാണ്, മറ്റൊന്ന് അത് അള്ളാഹു അല്ലാത്ത അവരുടെ മറ്റാരൊക്കെയോ അവരുടെ സാങ്കല്പിക ദൈവങ്ങളാണ്. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മുശ്രിക്കീങ്ങളായ ആളുകൾ, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളായ ആളുകൾ, അവർ അള്ളാഹുവിൽ വിശ്വസിച്ചവരായിരുന്നു, അവരും അള്ളാഹുവിനെ അംഗീകരിച്ചവരായിരുന്നു, അവരും അള്ളാഹുവിനെ വിശ്വസിച്ചവരായിരുന്നു എന്ന ഒരു വ്യാപക പ്രചരണം കാലങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 100 കൊല്ലമായിട്ട് പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. മക്കാ മുശ്രിക്കീങ്ങളായ ആളുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചവരായിരുന്നു. പിന്നെ അവർക്ക് പിഴച്ചതെന്താ? അവർ മഹാന്മാരായ ആളുകളെ അമിതമായി ആദരിച്ചു, മഹാന്മാരായ ആളുകളെ വസീലയാക്കി, മഹാന്മാരായ ആളുകളെ അള്ളാഹുവിന്റെ അടുക്കിലേക്കുള്ള ഇടയാളന്മാരാക്കി. അതാണ് അവർക്ക് സംഭവിച്ചത്. അല്ലാതെ അള്ളാഹുവിനവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്ന രീതിയിൽ മക്കാ മുശ്രിക്കീങ്ങളുടെ ശിർക്കിനെ ലാഘവവൽക്കരിച്ചുകൊണ്ട് ചില ആളുകൾ തങ്ങളുടെ സംഘടനാ വളർച്ചയ്ക്ക് വേണ്ടി മക്കാ മുശ്രിക്കുകളെ കൂട്ടുപിടിക്കുകയും അവരുടെ ശിർക്കിന്റെ കാഠിന്യം കുറക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ അത് വലിയ ഒരു ഭീമ അബദ്ധമാണ്, വലിയ ഒരു അബദ്ധമാണ്. ഞാൻ ചോദിക്കട്ടെ, അറബി ഭാഷയിൽ ദൈവം എന്നതിന് പ്രയോഗിക്കുന്ന ഒരു പദം, ഇലാഹ്, ദൈവം എന്നതിന് പ്രയോഗിക്കുന്ന ഒരു പദം, അറബി ഭാഷയുടെ ഉപജ്ഞാതാവ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണല്ലോ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ് അറബി ഭാഷയുടെ യഥാർത്ഥത്തിലുള്ള ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അതിന് ലിപി കണ്ടുപിടിച്ചതും ഒക്കെ അദ്ദേഹമാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം അറബി ഭാഷയ്ക്ക് ലിപി കണ്ടുപിടിച്ചത് മുതൽ ഈ അറബി ഭാഷയിൽ ദൈവത്തിന് പ്രയോഗിക്കുന്ന പേര് അള്ളാഹു എന്ന് തന്നെയാണ്. ഇന്നും സിറിയക്കാരായ ക്രിസ്ത്യാനികളും മിസ്റിൽ താമസിക്കുന്ന ഈജിപ്ഷ്യൻ ക്രിസ്ത്യാനികളും അവരും വല്ലാഹി എന്ന് പറയാറുണ്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ. അള്ളാഹുവാണ് സത്യം എന്ന്. അങ്ങനെ അറബി ഭാഷയിൽ അതാണ് അതിന്റെ പ്രയോഗം. ആ രീതിയിലുള്ള ഒരു പ്രയോഗമായിരുന്നു മക്കാ മുശ്രിക്കീങ്ങൾക്ക് എന്ന് വിശുദ്ധ ഖുർആൻ സൂക്ഷ്മമായി ഗ്രഹിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ അള്ളാഹുവിനെ കുറിച്ച് യഥാർത്ഥത്തിലുള്ള റബ്ബിനെ അല്ല അവർ വിശ്വസിച്ചിരുന്നത്. അവർക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ചില ആളുകൾ വിശ്വസിച്ചിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. അവരുടെ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം വിവിധ രൂപത്തിലായിരുന്നു. കാരണം അവർക്ക് വർഷങ്ങളായിട്ട് ഒരു പ്രവാചകന്റെ ഉത്ബോധനം അവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസപരമായി അവർ ആകെ അല്ലിച്ചില്ലിയായി കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അവരിൽ കാഠിന്യമുള്ള ഖുർആനിൽ വിമർശിക്കപ്പെട്ട ഈ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്ന് ചില ആളുകൾ പറയുന്ന മുശ്രിക്കീങ്ങൾ അവർ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നില്ല. അവർ വിശ്വസിച്ച ഒരു അള്ളാഹു ഉണ്ട്, ഒരു ദൈവം എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ഭാഷയിൽ. അമുസ്ലിമീങ്ങൾ ദൈവം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ദൈവം അത്രേ അവർ കണ്ടിട്ടുള്ളൂ. അവർ വിശ്വസിച്ച ദൈവം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന് കുറെ ശരീക്കന്മാരുണ്ട്, കുറെ ആ ദൈവത്തിന് കുറെ കൂറുകാരുണ്ട്. ദൈവത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും ആ ദൈവത്തിലേക്ക് ദൈവത്തിന്റെ കുറെ കുട്ടി ദൈവങ്ങൾ വേറെയുണ്ട്. മാത്രമല്ല വജഅലുൽ മലായികതല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസ, സൂറത്തു സുഖ്റുഫ്. وَجَعَلُوا الْمَلَائِكَةَ الَّذِينَ هُمْ عِبَادُ الرَّحْمَنِ إِنَاثًا. മക്കാ മുശ്രിക്കീങ്ങളായ ആളുകൾ അവർ
മലക്കുകളെ അള്ളാഹുവിന്റെ പെൺമക്കളാക്കി. മലക്കുകൾ ദൈവത്തിന്റെ പെൺമക്കളാണ് എന്നാണ് അവർ വിശ്വസിച്ചത്. പിന്നെ എങ്ങനെയാണ് അവർ അള്ളാഹുവിനെ വിശ്വസിച്ചു എന്ന് പറയാ? അപ്പോൾ അവർ അള്ളാഹുവിന് വിശ്വസിച്ചു എന്ന് പറയുന്നവൻ തനിച്ച അബദ്ധത്തിലല്ലേ? അള്ളാഹുവിന് മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുത്തൻ അവന് എങ്ങനെയാണ് അള്ളാഹുവിനെ വിശ്വസിച്ചവനാണെന്ന് പറയാ? അപ്പൊ അവര് മനസ്സിലാക്കിയ അള്ളാഹു പെൺമക്കളുള്ള അള്ളാഹുവാണ്, കുട്ടികളുള്ള അള്ളാഹുവാണ്, അതേപോലെ ഒരുപാട് കീഴുദ്യോഗസ്ഥന്മാരുള്ള കീഴ് ദൈവങ്ങളുള്ള അള്ളാഹുവാണ്. അങ്ങനെയുള്ള വിശ്വാസമൊന്നുമല്ല വേണ്ടത്. അതുകൊണ്ട് കാര്യമില്ല. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ദിവസം മുശ്രിക്കീങ്ങൾ വന്നുകൊണ്ട് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്നൽ മുശ്രിക്കീന ഖാലു, മുശ്രിക്കീങ്ങൾ വന്നിട്ട് ഹബീബായ മുത്തുനബിയോട് പറഞ്ഞു, ഉൻസുബ് ലനാ റബ്ബക്, നിന്റെ റബ്ബിനെ, നീ പറയുന്ന റബ്ബിനെ, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത നീ പറയുന്ന റബ്ബ്, നീ പറയുന്ന, നീ പരിചയപ്പെടുത്തുന്ന റബ്ബ് എന്ന് പറയുമ്പോ ഇത്രയും കാലം അല്ലെ, ഇത്രയും കാലം ഒരുപാട് ദൈവങ്ങളെ വിശ്വസിച്ചവരാണ് ഞങ്ങൾ ഇത്രയും കാലം വിശ്വസിച്ചിട്ടില്ലാത്ത നീ പരിചയപ്പെടുത്തുന്ന ഈ പുതിയ റബ്ബുണ്ടല്ലോ, ഉൻസുബ് ലനാ റബ്ബക്, നീ പറയുന്ന നിന്റെ ആ റബ്ബിനെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട. അപ്പോഴാണ് അൻസലല്ലാഹു അസ്സ വജൽ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വിശുദ്ധ ഖുർആനിൽ ഏകത്വത്തിന്റെ, അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ, വഹ്ദാനിയത്തിന്റെ, തൗഹീദിന്റെ ഏറ്റവും വലിയ സത്ത സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്തുൽ ഇഖ്ലാസ്, ഈ സമയത്താണ് ഈ ആയത്തുകൾ ഇറക്കിയത് എന്നാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങളുടെ വിവിധ തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നത്. അപ്പോ ഖുർആനിൽ തൗഹീദിനെ വ്യാഖ്യാനിക്കുന്ന സുലുസുൽ ഖുർആനാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞു. തൗഹീദാണ് സൂറത്തുൽ ഇഖ്ലാസ്. തൗഹീദിനെ പറയുന്ന എല്ലാ ആയത്തുകൾക്കും പ്രാധാന്യമുണ്ട്. മന്ത്രിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുകളൊക്കെ നിങ്ങൾ നോക്കൂ, അധികവും തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ആയത്തുൽ കുർസി. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായിക വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്തി ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം തുടങ്ങിയ അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ വിശദീകരിക്കുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുകൾ അതൊക്കെയാണ്. എല്ലാം പ്രാധാന്യമുള്ളതാണ്. അതായത് തൗഹീദാണ് ഇതിലൊക്കെ പറയുന്നത്. സൂറത്തുൽ ഇഖ്ലാസ് സുലുസുൽ ഖുർആനായി. എന്തുകൊണ്ട്? സൂറത്തുൽ ഇഖ്ലാസ് മുഴുവനും തൗഹീദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തതാണ്. റബ്ബിനെ പരിചയപ്പെടുത്തിത്ത എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തു. ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കൂ നബിയെ, ഹുവല്ലാഹു അഹദ്, അല്ലാഹു അവൻ ഏകനാണ്, ഒരുവനാണ്. അല്ലാഹു ഏകനാണ്, അവൻ ഒരുത്തൻ മാത്രമാണ്. എല്ലാ നിലക്കും അവൻ ഏകനാണ്. അവന്റെ ദാത്തിലും അവന്റെ സിഫാത്തിലും അവന്റെ അഫ്ആലിലും എല്ലാത്തിലും അവൻ ഏകനാണ്. അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദാണ്, നിരാശ്രയനാണ്. സ്വമദ് നിരാശ്രയൻ. നിരാശ്രയൻ എന്ന് പറഞ്ഞാൽ ഒരാളെയും അല്ലാഹു ആശ്രയിക്കുന്നില്ല ഒരു കാര്യത്തിനും. എന്നാൽ എല്ലാവരും അല്ലാഹുവിനെ ഇങ്ങോട്ട് ആശ്രയിക്കുന്നു. അല്ലാഹുവിനെ ആശ്രയിക്കാതെ ഒരാൾക്കും നിലനിൽക്കാൻ സാധ്യമല്ല. അല്ലാഹു ഒരാളെയും ആശ്രയിക്കുന്നുമില്ല. മനുഷ്യന് നിൽക്കാൻ, നടക്കാൻ, സഞ്ചരിക്കാൻ, ഇരിക്കാൻ, കിടക്കാൻ പ്ലേസ് വേണം, സ്ഥലം വേണം, മക്കാൻ വേണം. അല്ലാഹുവിന് മക്കാനിന്റെ ആവശ്യമില്ല. മനുഷ്യന് നിൽക്കാൻ സ്ഥലത്തെ ആശ്രയിക്കണം, മക്കാനിനെ ആശ്രയിക്കണം. അല്ലാഹുവിനൊരു പ്ലേസ് വേണ്ട.
അള്ളാഹു ഒരു സ്ഥലത്തെ ആശ്രയിക്കുന്നവനല്ല. മനുഷ്യന് കണ്ണ് വേണം, എന്തെങ്കിലും കാണണമെങ്കിൽ കണ്ണിനെ ആശ്രയിക്കണം. അള്ളാഹുവിന് കാണാൻ കണ്ണിനെ ആശ്രയിക്കേണ്ടതില്ല. മനുഷ്യന് പിടിക്കാൻ അവന്റെ കരങ്ങൾ ആശ്രയിക്കണം, അള്ളാഹുവിന് അവന്റെ കരങ്ങളെ ആശ്രയിക്കേണ്ടതില്ല. ഒരു കരവും ഒരു കൈയും ആശ്രയിക്കേണ്ടതില്ല. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹു മൗജൂദ്, ഖദീം, ബാഖി ഒക്കെയാണ്. അല്ലാഹു പണ്ടേ ഉള്ളവനാണ്. ഖദീം അല്ലേ, പണ്ടേ ഉള്ളവനാണ്, നിലവിലുള്ളവനാണ്, പണ്ടേ ഉള്ളവനാണ്. അല്ലാഹു ഉണ്ടായവനല്ല. അല്ലാഹു ഉണ്ടായവനല്ല, ആരും പ്രസവിച്ചതല്ല അല്ലാഹുവിനെ. ലം യലിദ് വലം യൂലദ്, അല്ലാഹുവിനെ ആരും പ്രസവിച്ചിട്ടില്ല, അല്ലാഹു ഒരാളെയും പ്രസവിച്ചിട്ടുമില്ല. അല്ലാഹു ആരാലും പ്രസവിക്കപ്പെട്ടവനല്ല, അവൻ ആരെയും പ്രസവിച്ചിട്ടുമില്ല. ലം യലിദ് വലം യൂലദ്, അല്ലാഹു ഒരാളെയും പ്രസവിച്ചിട്ടില്ല, അവന് ഒരാളും പ്രസവിച്ചതുമല്ല, പ്രസവിക്കപ്പെട്ടതുമല്ല. ലിഅന്നഹു ലൈസ ശൈഉൻ യൂലദു ഇല്ലാ സയമൂത്, പ്രസവിക്കപ്പെട്ട ഏതൊരു വസ്തുവിനും നിലനിൽപ്പില്ല. പ്രസവിക്കപ്പെട്ട ഏതൊരു വസ്തുവും പിന്നീട് മരിക്കും. എല്ലാത്തിനും ഒരു അറ്റമുണ്ടാകും, തുടക്കത്തിനൊരു ഒടുക്കമുണ്ടാകും. അല്ലാഹു തുടങ്ങിയവനല്ല, തുടങ്ങിയതൊക്കെ ഒടുങ്ങുകയും ചെയ്യും. അല്ലാഹു അല്ലാത്ത ആലം മുഴുവനും തുടങ്ങിയതാണ്, അതുകൊണ്ട് അതൊക്കെ ഒടുങ്ങുകയും ചെയ്യും. അല്ലാഹു തുടക്കമില്ലാത്തവനാണ്, അതുകൊണ്ട് അവന് ഒടുക്കവുമില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനല്ലേ. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു പ്രയാസത്തിന്റെ തൊട്ടുപിറകെ ഒരു എളുപ്പമുണ്ട് അല്ലേ. ഒരു കയറ്റത്തിനൊരു ഇറക്കമുണ്ട്, ഈ കരക്കൊരു മറുകരയുണ്ട്, ചിരിയുടെ പിന്നിലൊരു കരച്ചിലുണ്ട്, ജനിച്ചവനൊരു മരണമുണ്ട്. ഇതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പണ്ടേ ഉള്ളവനാണ്, അവൻ ഉണ്ടായവനല്ല. ഖദീം, അവൻ ബാഖിയാണ്, എന്നെന്നും നിലനിൽക്കുന്നവനാണ്, നാശമില്ല. തുടങ്ങിയവനല്ലാത്തത് കൊണ്ട് ഒടുങ്ങുകയുമില്ല. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും ഫാനിയാണ്, നശിക്കുന്നതാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ വജ്ഹ് മാത്രം അവശേഷിക്കും. പ്രപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമാകും, എല്ലാം തകർന്ന് തരിപ്പണമാകും. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അത്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. മനുഷ്യൻ സുന്ദരമായി ജീവിക്കുന്ന അവന്റെ ഭൂമി, കോടികൾ വില കൊടുത്തവൻ വാങ്ങിയ അവന്റെ സുന്ദരമായ വീടും അവന്റെ ഭവനവും എല്ലാം നശിക്കുന്നതാണ്, എല്ലാം തകർന്ന് തരിപ്പണമാകും. പക്ഷേ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം അവശേഷിക്കും. തുടങ്ങിയ അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. ചന്ദ്രനും നക്ഷത്രങ്ങളും സൗരയൂഥങ്ങളും എല്ലാം പൊട്ടിത്തകർന്ന് തരിപ്പണമാവുക തന്നെ ചെയ്യും, എല്ലാം തകർന്ന് തരിപ്പണമാകും. സൂര്യൻ ഉതിർന്നു വീഴും, ആകാശങ്ങൾ ഉന്നം പോലെ പാറിപ്പറക്കും, എല്ലാം തകർന്ന് തരിപ്പണമാകും. മലക്കുകൾ മുഴുവനും മരിക്കും, പ്രപഞ്ചത്തിലുള്ള സകലതും മരിക്കും. അസ്രായീൽ അലൈഹിസ്സലാമാണ് അവസാനം റൂഹിനെ പിടിക്കപ്പെടുന്ന വ്യക്തി. അസ്രായീൽ അലൈഹിസ്സലാമും മരിച്ച ശേഷം പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുമില്ല, ഒരാളുമില്ലാത്ത ഒരവസ്ഥ. പ്രപഞ്ചം ചുരുട്ടപ്പെടും, ഏട് ചുരുട്ടുന്നത് പോലെ പ്രപഞ്ചത്തെ ചുരുട്ടപ്പെടും. പ്രപഞ്ചം അതിന്റെ തുടക്കത്തിലുള്ള അവസ്ഥയിലേക്കെത്തും. ആര് മാത്രം? അല്ലാഹു മാത്രം, അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം,
ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണെന്ന് അധികാരമുള്ളത്? ആരാണിനി അധികാരമുള്ളവർ? ആരുമില്ല, അല്ലാഹു മാത്രം. അതാ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ബാഖിയാണ്, എന്നെന്നും നിലനിൽക്കുന്നവനാണ്. മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, സൃഷ്ടികളോടവൻ എല്ലാ നിലക്കും എതിരായവനാണ്. എല്ലാ നിലക്കും അവൻ സൃഷ്ടികളോട് എതിരായവനാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തേക്ക് ഇറങ്ങി വരും, അല്ലേ? ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു എല്ലാ ദിവസവും രാത്രിയിൽ ഇറങ്ങി വരും. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കും, ആരാണ് ദുആ ചെയ്യുന്നവരുള്ളത്? ആരാണ് എന്നോട് ചോദിക്കുന്നവരുള്ളത് എന്ന് അല്ലാഹു തആല ചോദിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്മാർ ഇതിന്റെ പേരിൽ കലഹിച്ചു. അല്ലാഹു തആല ഇറങ്ങി വരും. അല്ലാഹുവിന്റെ ഇറങ്ങലുമായി ബന്ധപ്പെട്ട് എന്തിന് കലഹിക്കണം? മനുഷ്യന്റെ ബുദ്ധിക്കത് ഗോചരമല്ല, മനുഷ്യന്റെ ബുദ്ധിക്കത് ഉൾക്കൊള്ളാവുന്നതല്ല. കാരണം എന്താ? മുഖാലിഫുൽ ലിൽ ഖൽഖ്, എല്ലാ നിലക്കും അവൻ സൃഷ്ടികളോട് എതിരായവനാണ്. പിന്നെ എങ്ങനെയാണ് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അള്ളാഹുവിന്റെ ഇറങ്ങൽ മനുഷ്യൻ ഗ്രഹിച്ച് മനസ്സിലാക്കുക? ഖൽബുകൾ മുഴുവനും, മനുഷ്യരുടെ ഹൃദയങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇത് മനുഷ്യൻ ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ വിരലുകളും വിരലുകൾക്കിടയിലിട്ട് ഹൃദയങ്ങളെ മാറ്റിമറിക്കലും മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. എന്തേ കാരണം? മുഖാലിഫുൽ ലിൽ ഖൽഖ്, എല്ലാ നിലക്കും അള്ളാഹു സൃഷ്ടികളോട് എതിരായവനാണ്. കഴിയില്ല, നമുക്കത് സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിലുള്ള സ്വമതായ നിരാശ്രയനായ, ഒരാളെയും പ്രസവിച്ചിട്ടില്ലാത്ത, ഒരാളാലും പ്രസവിക്കപ്പെട്ടിട്ടില്ലാത്ത, എന്നെന്നും നിലനിൽക്കുന്ന, തുടക്കമില്ലാത്ത, ഒടുക്കമില്ലാത്ത അള്ളാഹു, ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു, പ്രപഞ്ചത്തെ മുഴുവനും, ഭൂമിയെ അള്ളാഹു നിയന്ത്രിക്കുന്നു, അല്ലെ? ഭൂമിയെ നിയന്ത്രിക്കുന്നു. ഭൂമി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ കൊള്ള ചേർക്കുമ്പോൾ ഒന്നുമല്ല. പ്രപഞ്ചത്തെ കൊള്ള ചേർക്കുമ്പോൾ ഭൂമിയൊന്നുമല്ല. ആയിരക്കണക്കിന് കോടാനക്കോടി നക്ഷത്രങ്ങൾ, ഇതൊക്കെ ഈ ഫലക്ക് മുഴുവനും ചലിച്ചുകൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചം മുഴുവനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ പ്രപഞ്ചം മുഴുവനും സഞ്ചരിക്കുമ്പോഴും ഈ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയിൽ ഒരു തകർച്ചയും സംഭവിക്കുന്നില്ല. അള്ളാഹുവിന്റെ സുരക്ഷിതത്വം, സംരക്ഷണം, അള്ളാഹുവിന്റെ സംരക്ഷണം. തൂലിജുൽ ലൈല ഫിന്നഹാരി വതൂലിജുൻ നഹാറ ഫിൽ ലൈൽ വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. യുക്തിവാദികളായ ആളുകൾ, നിരീശ്വരവാദികളായ ആളുകൾ, യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും ആളുകളുടെ ഇടയിൽ സഞ്ചി തൂക്കി നടക്കാം, അവന്റെ ബുദ്ധി സഞ്ചിയിലാക്കി നടക്കാം. പക്ഷേ ഒരുപാട് ചോദ്യങ്ങൾക്ക് അവൻ മറുപടി പറയേണ്ടതുണ്ട്. അതൊരു വിശ്വാസിക്ക് പറയാൻ കഴിയും, യുക്തിവാദിക്ക് പറയാൻ കഴിയില്ല. ഏത് ചോദ്യം? ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചവരിൽ, ഭൂമിയിൽ ജീവിക്കുന്നവരിൽ കോടാനക്കോടി മനുഷ്യർ മരിച്ചുപോയിട്ടുണ്ട്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുമുണ്ട്. ഇതിൽ ലക്ഷക്കണക്കിന് ആളുകൾ സമ്പന്നതയുടെ കൊടുമുടിയിലാണ്. അതിലേറെ എത്രയോ 10 മടങ്ങ് ആളുകൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ്. ജീവിതം മുഴുവനും അഷ്ടിക്ക് വകയില്ലാതെ, അരച്ചാൻ വയറ് നിറയ്ക്കാൻ വകയില്ലാതെ പ്രയാസപ്പെട്ട്, വളരെ കഷ്ടപ്പെട്ട്, ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കിടന്ന് മരണപ്പെട്ടു പോയ 10,000-കണക്കിന് ആളുകൾ ഭൂമിയിൽ കാലങ്ങളായിട്ട് മുമ്പുമുണ്ട്, ഇപ്പോഴുമുണ്ട്. ഈ എല്ലാ നിലക്കും ദില്ലത്തനുഭവിച്ച, നിന്ദ്യത അനുഭവിച്ച, നിസ്സാരത അനുഭവിച്ച, പീഡനം അനുഭവിച്ച, ദുനിയാവിന്റെ ഈ സൗകര്യങ്ങളും സുഖങ്ങളും ഒന്നും ആസ്വദിക്കാൻ ഭാഗ്യം ലഭിക്കാതെ ഇവിടെ നിന്ന് മണ്ണടഞ്ഞു പോയ ആളുകളുണ്ട്. ഈ ആളുകൾക്ക് എന്നാണ് അവർക്ക് എന്നാണ് ഇനി തിരിച്ചൊരു നീതി ലഭിക്കുന്നത്? അവർക്കിനി നീതി ലഭിക്കില്ലേ?
അവർക്കിനി എന്നാണ് നീതി ലഭിക്കുക? അവർക്ക് നീതി വേണ്ടേ? വേണം. ഇതൊരു യുക്തിവാദിയോട് ചോദിച്ചാൽ അവന് കൈമലർത്തേണ്ടി വരും. അത് പ്രകൃതിയുടെ നിയമമാണ്, ഒരിക്കലുമല്ല. ഇവിടെ അക്രമികളായ ആളുകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്, അക്രമിക്കപ്പെട്ടു ഒടുങ്ങിത്തീർന്നവരുമുണ്ട്. അക്രമിക്കപ്പെട്ടവന് ഒരു കാലഘട്ടത്തിൽ ഒരു നീതി വേണ്ടേ? ആര് കൊടുക്കും ആ നീതി? എവിടെ നിന്ന് കിട്ടും ആ നീതി? ഇനി മൃഗങ്ങളാവട്ടെ, ബലഹീനരായ മൃഗങ്ങളുണ്ട്, കൊമ്പില്ലാത്ത മൃഗങ്ങൾ, കൊമ്പുള്ള മൃഗങ്ങൾ, മൂർച്ചയേറിയ കൊമ്പുള്ള മൃഗത്തിന്റെ പ്രഹരമേറ്റ് ജീവൻ ഒടുങ്ങിപ്പോയ മൃഗങ്ങളുണ്ട്, നാൽക്കാലികളുണ്ട്. കൊമ്പില്ലാത്തതിന്റെ പേരിൽ കൊമ്പുള്ള മൃഗത്തിന്റെ ക്രൂര പീഡനങ്ങൾക്ക് വിധേയരായ മൃഗങ്ങൾ വേറെയുണ്ട്. ഇവക്ക് നീതി വേണ്ടേ? എവിടുന്ന് കിട്ടും ഈ നീതി? ആര് കൊടുക്കും ആ നീതി? നീതി വേണം, നീതി കിട്ടും, നീതി കിട്ടണം. അതാണ് നിയമം, അതാണ് യുക്തി, അതാണ് ബുദ്ധി. അതൊന്നല്ല കയ്യൂക്കുള്ള കാര്യക്കാരൻ കിട്ടിയവനൊക്കെ സ്വന്തം, അല്ലാത്തൊരു നഷ്ടം. അതെന്ത് യുക്തിയാ? എന്തെങ്കിലും ഒരു വാദം പറയുമ്പോൾ അത് എല്ലാ നിലക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാനും ബോധ്യപ്പെടാനും കഴിയണം. അല്ലാതെ യുക്തിവാദം നിരീശ്വരവാദം എന്ന സംഘടന ഉണ്ടാക്കിക്കൊണ്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട് അല്ലേ? അതേപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ ഓരോ പ്രക്രിയകളെക്കുറിച്ചും ഒരു മറുപടി പറയേണ്ടി വരും. മഴ, കാറ്റ്, ഇതിനൊക്കെ ഒരു മറുപടി പറയേണ്ടി വരും. അപ്പൊ ഇതൊക്കെ പ്രകൃതിയാണ് ചെയ്യുന്നത്. എങ്കിൽ പിന്നെ എന്താണ് ഈ പ്രകൃതി? പ്രകൃതി എന്നതൊരു ശക്തിയാണോ? പ്രകൃതി എന്നതൊരു വ്യക്തിയാണോ? പ്രകൃതി എന്നത് എല്ലാ നിലക്കും കഴിവുള്ള, എല്ലാത്തിനും സാധിക്കുന്ന ഒരു ശക്തിയാണോ? അതൊന്നുമല്ല. അത് പ്രകൃതി. എന്ത് പ്രകൃതി? പ്രകൃതി എന്ന് പറയുന്നത് പ്രകൃതി തന്നെയാണ്. ഒരുപാട് സംഗതികൾ കൂടുമ്പോഴാണ് പ്രകൃതിയാകുന്നത്. ഇതിന് ഒന്നിനും സ്വയം ഒരു കഴിവുമില്ല. ഓരോന്നെടുത്ത് നോക്കിയാലും അതിനൊന്നും ഒരു കഴിവുമില്ല. പിന്നെ എങ്ങനെയാണ് പ്രകൃതി ചെയ്തു എന്ന് പറയുന്നത്? അപ്പൊ പ്രകൃതിയല്ല, ഇതിന്റെയൊക്കെ പിന്നിലൊരു ശക്തിയുണ്ട്. നിങ്ങൾ പ്രകൃതി എന്ന് പറയുന്ന ശക്തി, നിങ്ങൾ പ്രകൃതിയാണ് എന്ന് ആശ്വസിക്കുന്ന ശക്തി, ഇതിന്റെ പിന്നിൽ എന്തോ ഒരു പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഇതിന്റെ പിന്നിലുണ്ട് എന്നതിൽ ആർക്കും തർക്കമില്ല. തുലിജുല്ലൈല ഫിന്നഹാർ, അതാണ് മുസ്ലിമീങ്ങൾ വിഭാവനം ചെയ്യുന്ന ആദർശം. അതാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളും ലക്ഷക്കണക്കിന് പ്രവാചകന്മാരും പഠിപ്പിച്ചു തന്ന ആദർശം. ഏകനായ അല്ലാഹു തുലിജുല്ലൈല ഫിന്നഹാരി വതുലിജുന്നഹാറ ഫില്ലൈൽ, രാത്രിയെ അവൻ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിനെ അവൻ രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. രാവും പകലും മാറി മാറി വരുന്നു. ഇന്ന ഫിഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതുൽ ലിഉലിൽ അൽബാബ്. ഈ പ്രപഞ്ചത്തിലുള്ള രാവിന്റെയും പകലിന്റെയും മാറി മാറി വരലിലുണ്ട്, ഇബറത്തുണ്ട്, ആയാത്തുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. ബുദ്ധിയുള്ളവർക്ക്, ചിന്താശേഷിയുള്ളവർക്ക് ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഗോളങ്ങൾ നിരവധിയുണ്ട്. പ്രപഞ്ചം എന്ന് പറയുന്നത്, ആലം എന്ന് പറയുന്നത് ഒരുപാട് ഗോളങ്ങളും ഒരുപാട് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഗാലക്സികളും നക്ഷത്രങ്ങളും നിറഞ്ഞ വലിയ ഒരു സംവിധാനമാണ്. എന്തുകൊണ്ടാണ്? പ്രകൃതിയുടെ നിയമത്തിന്റെ പേരിലാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ഭൂമി വിട്ട ഒരു ഗ്രഹത്തിൽ മനുഷ്യന് വാസയോഗ്യമല്ലാതെയായി തീർന്നത്? കഴിയില്ല. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഖിലാഫത്തേൽപ്പിച്ചത്. മനുഷ്യനെ അല്ലാഹു ഭൂമിയിലെ ഖിലാഫത്തേൽപ്പിച്ചു. അതുകൊണ്ട് മനുഷ്യനെ അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. ചന്ദ്രനിലെ ഖിലാഫത്ത് മനുഷ്യനില്ല. ചൊവ്വയിൽ മനുഷ്യന് വാസയോഗ്യമല്ല, സാധ്യമല്ല. ഇനി ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, ഇവിടെ
ഭൂമി അല്ലാത്ത ഒരു ഗ്രഹവും ഭൂമിയല്ലാത്ത ഒരു നക്ഷത്രവും മനുഷ്യന് ശ്വസിക്കാനുള്ള ശ്വാസോച്ഛ്വാസം ചെയ്യാനുള്ള ഓക്സിജൻ നിറക്കപ്പെട്ടതല്ല. ഭൂമി പോലും ഒരു പരിധിക്കപ്പുറം മുകളിലേക്ക് കയറിയാൽ അവിടെയും മനുഷ്യന് ശ്വസിക്കാനുള്ള സംവിധാനങ്ങളില്ല. ഓക്സിജൻ പുറത്തു കെട്ടി കൊണ്ടുപോകണം. പ്രകൃതിയുടെ നിയമമാണെങ്കിൽ, പ്രകൃതിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെങ്കിൽ, എന്തുകൊണ്ടാണ് ഭൂമിയല്ലാത്ത ഒരു ഗോളത്തിലും മനുഷ്യന് ശ്വസിക്കാനുള്ള ഓക്സിജൻ ഇല്ലാത്തത്? അത് പ്രകൃതി കൊണ്ടാണ് എങ്കിൽ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഓരോ മനുഷ്യനും അവന്റെ അജല് തീരുമ്പോൾ അവൻ അവസാന ശ്വാസത്തിനു വേണ്ടി അവൻ കഠിനാധ്വാനം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അവന് ഓക്സിജൻ ശ്വസിക്കാൻ കഴിയാത്തത്? ഒരസുഖമില്ലാതെ മരണപ്പെടുന്ന ആളുകളില്ലേ? ഒരസുഖവുമില്ലാതെ ഇരുന്ന ഇരിപ്പിൽ നിന്ന്, കിടന്ന കിടപ്പിൽ നിന്ന് മരണപ്പെടുന്ന ആളുകളില്ലേ? എന്തുകൊണ്ടാണ് അവർക്ക് ഓക്സിജൻ ലഭിക്കാത്തത്? അവരുടെ ചുറ്റുഭാഗവും ഓക്സിജനാൽ നിറക്കപ്പെട്ടതാണ്. അവരെ ശുശ്രൂഷിക്കുന്നവരും അവനെ പരിശോധിക്കുന്ന ഡോക്ടറും അല്ലെങ്കിൽ അവന്റെ കൂടെ കിടക്കുന്ന ഭാര്യയും ശ്വസിക്കുന്നു. ഇവന് ശ്വാസം കിട്ടുന്നില്ല, ഓക്സിജൻ അവന് കിട്ടുന്നില്ല. നിന്റെ പ്രകൃതിയാണെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ശ്വാസോച്ഛ്വാസത്തിന് സാധിക്കുന്നു, ഇവന് സാധിക്കുന്നില്ല? മുസ്ലിമിന് അതിന് മറുപടിയുണ്ട്, ഇസ്ലാമിൽ അതിന് മറുപടിയുണ്ട്. ഇദാ ജാഅ അജലുഹാ ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖദിമൂൻ. മനുഷ്യന് അല്ലാഹു നിർണയിച്ചു കൊടുത്ത അജലാണത്. ഓരോ മനുഷ്യനും നിശ്ചിത യൂണിറ്റ് ഓക്സിജൻ അല്ലാഹു കണക്കാക്കി കഴിഞ്ഞു. ആ ഓക്സിജൻ തീർന്നാൽ പിന്നെ ഒരു ഓക്സിജന്റെ സിലിണ്ടറും അവനെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. ഒരു യൂണിറ്റ് പോലും അവന് പിന്നെ ശ്വസിപ്പിക്കാൻ നിന്റെ ആധുനികമായ ഒരു കണ്ടുപിടുത്തങ്ങളെ കൊണ്ടും സാധ്യമല്ല. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുത്ത് നിൽക്കുന്ന ആളുകളെ ശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള ആ ശക്തി മനുഷ്യൻ എല്ലാ നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ, ഈ ഭൂമിയെ അല്ലാഹുവിന് സൗകര്യം ചെയ്തു കൊടുത്തു. മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും അവന് സൗകര്യമില്ല. കാരണം എന്ത്? ഇന്നീ ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ഭൂമിയിലാണ് മനുഷ്യൻ വസിക്കേണ്ടത്. ഭൂമിയിലേക്കാണ് മനുഷ്യനെ അല്ലാഹു അയച്ചുവിട്ടിട്ടുള്ളത്. 2020 ആകുമ്പോൾ ചന്ദ്രനിലേക്ക് ആൾക്കാർക്ക് താമസം മാറ്റാം. 2000 മുമ്പ്. 2020 ആകുമ്പോൾ പറയും 2030 നീണ്ടു പോകും. പക്ഷേ ചന്ദ്രനിൽ മനുഷ്യനെ താമസിക്കില്ല, അതിന് സാധ്യവുമല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് അവന്റെ ശാരീരിക ഘടനയ്ക്ക് യോജിച്ച സ്ഥലം ഭൂമിയാണ്. അതല്ലാതെ എവിടെയും അവന് സാധ്യമല്ല. അപ്പോ ഈ ശക്തിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എന്ന് നമ്മൾ പറയുന്ന ശക്തി. അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള വഴി അത് തന്നെയാണ്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്. ആരെങ്കിലും അവന്റെ സ്വന്തം ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അവൻ അല്ലാഹുവിനെ മനസ്സിലാക്കി. ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അവൻ അല്ലാഹുവിനെ മനസ്സിലാക്കി. അവനവന്റെ നിലനിൽപ്പും അവനവന്റെ ഉദയവും അസ്തമനവും എല്ലാം അത് മനസ്സിലാക്കിയാൽ മതി. وَلَقَدْ خَلَقْنَا الْإِنسَانَ مِنْ سُلَالَةٍ مِنْ طِينٍ ثُمَّ جَعَلْنَاهُ نُطْفَةً فِي قَرَارٍ مَكِينٍ ثُمَّ خَلَقْنَا النُّطْفَةَ عَلَقَةً فَخَلَقْنَا الْعَلَقَةَ مُضْغَةً فَخَلَقْنَا الْمُضْغَةَ عِظَامًا فَكَسَوْنَا الْعِظَامَ لَحْمًا ثُمَّ أَنشَأْنَاهُ خَلْقًا آخَرَ فَتَبَارَكَ اللَّهُ أَحْسَنُ الْخَالِقِينَ. മനുഷ്യൻ അവന്റെ ശരീരത്തെക്കുറിച്ച് അവൻ ചിന്തിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഈ ഇരിക്കുന്ന ഓരോ മനുഷ്യരും വിനീതനായ എന്റെ ശബ്ദം
ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ഇരുന്ന് ഈ സംവിധാനം ഉപയോഗിച്ച് കേൾക്കുന്ന ഓരോ സഹോദരന്മാരും സഹോദരിമാരും അവരുടെ പൂർവ്വ അവസ്ഥയെക്കുറിച്ചൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ, വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വെറും ഇന്ദ്രിയമായി സ്പർശിച്ചാൽ തൊട്ടാൽ പശ പോലെ ഒട്ടുന്ന വെറും ഇന്ദ്രിയമായിരുന്നു എല്ലാവരും. വെറും ഇന്ദ്രിയം. ആ ഇന്ദ്രിയത്തിൽ കോടാനക്കോടി കോശങ്ങളിൽ ഒരു കോശം ബീജം. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ ത്വീൻ. മണ്ണിൽ നിന്നുള്ള ഒരു തരം പശർമയാലുള്ള മണ്ണിനാലെ മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചു. ആദം നബി അലൈഹിസ്സലാം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. വെറുതെ മണ്ണിന്റെ ഒരു സൂറത്ത്, ഒരു രൂപം. മണ്ണിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രതിമയുണ്ടാക്കി, ഒരു രൂപമുണ്ടാക്കി. 120 ദിവസം ആ രൂപം ആ രീതിയിൽ കിടന്നു. 4 മാസം 120 ദിവസം ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിന് റൂഹൂദി. ആത്മാവ് എന്ന് നമ്മൾ പറയും യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യൻ ചലിച്ചു, സംസാരിച്ചു, ചിരിച്ചു, കരഞ്ഞു. അപ്പോഴാ മനുഷ്യന്റെ ആ ബോഡി അതിന് എല്ലാം സാധിച്ചു. പ്രപഞ്ചത്തിൽ ആ മനുഷ്യന് ക്രയവിക്രയങ്ങൾ ചെയ്യാൻ സാധിച്ചു. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ ത്വീൻ ثم جعلناه نطفة في قرار مكين. പിന്നീട് ആ മനുഷ്യനെ നമ്മൾ ഇന്ദ്രിയത്തുള്ളിയാക്കി മാറ്റി. ഇന്ദ്രിയത്തുള്ളിയാക്കി ഒരു സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് നമ്മൾ അതിനെ സന്നിവേശിപ്പിച്ചു, സംവിധാനിച്ചു. മാതാവിന്റെ ഗർഭാശയത്തിൽ പിതാവിന്റെ മുതുകിൽ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിതാക്കന്മാര് വഴി ആ മനുഷ്യജീവിയെ അവൻ കൈമാറി നുതുഫത്തായി കൈമാറിപ്പോന്നു രക്തങ്ങളിൽ കൂടി. അത് പരിവർത്തനം ചെയ്യപ്പെട്ടു. എത്രയോ നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ അത് സഞ്ചരിച്ചു. അതിനു മുമ്പും ഈ മനുഷ്യനുണ്ട്. യൗമുൽ അഹദ് മീസാഖിന്റെ ദിവസം ഈ മനുഷ്യൻ സംസാരിച്ചവനാണ്. ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചപ്പോൾ ബല എന്ന് പറഞ്ഞവനാണ്. എന്നിട്ട് ഈ മനുഷ്യൻ പിന്നെ പല ആളുകളുടെയും രക്തങ്ങളിൽ കൂടി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ആ മനുഷ്യനെ അവന്റെ പിതാവിന്റെ മുതുകിൽ നിന്ന് മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കടത്തിവിടുകയാണ്. അവന്റെ കൂടെ കോടാനക്കോടി ബീജങ്ങൾ വേറെയുമുണ്ടായിരുന്നു. പക്ഷേ അള്ളിപ്പിടിക്കാൻ അല്ലാഹു സൗകര്യം ചെയ്തു കൊടുത്തത് ഇവനാണ്. ഇവൻ എന്ന് പറഞ്ഞാൽ ആരോ അല്ല, ഞാനാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളാണ്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്. ഇത് പ്രകൃതിയല്ല, ഇത് അല്ലാഹുവിന്റെ കഴിവാണ്, അല്ലാഹുവിന്റെ ഇറാദത്താണ്. എന്തുകൊണ്ട് നമ്മുടെ കൂടെയുണ്ടായിരുന്ന മറ്റു ബീജങ്ങൾക്ക് മാതാവിന്റെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിക്കാൻ സാധിച്ചില്ല? അവയെ അല്ലാഹുവിന് കണക്കാക്കിയിട്ടില്ല. പാപികളായ ദോഷികളായ നമ്മൾ അല്ലാഹുവിന്റെ ഫضല് കൊണ്ട്, ഔദാര്യം കൊണ്ട് നമ്മൾ ഉമ്മാന്റെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ചു. പിന്നീട് ആ നുതുഫത്തിനെ നമ്മൾ അലഖത്താക്കി മാറ്റി. അലഖത്ത് എന്ന് പറഞ്ഞാൽ രക്തപിണ്ഡം. നുതുഫത്തിൽ നിന്നും രക്തപിണ്ഡത്തിലേക്കുള്ള പരിണാമം 40 ദിവസം. 40 ദിവസം അവൻ രക്തപിണ്ഡമായി മാതാവിന്റെ ഗർഭാശയത്തിൽ കിടന്നു. ثم خلقنا العلقة مضغة. പിന്നീട് ആ രക്തപിണ്ഡത്തെ നമ്മളൊരു മാംസപിണ്ഡമാക്കി മാറ്റി, ഒരു മാംസകഷ്ണമായി മാറിയത്. ثم خلقنا المضغة عظاما.
പിന്നീട് ആ മാംസപിണ്ഡത്തെ നമ്മൾ അസ്ഥിപഞ്ചമാക്കി മാറ്റി. ഫകസൗനൽ ഇളാമ ലഹ്മാ, ആ അസ്ഥിയെ ആവരണം ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ മാംസത്തെ സംവിധാനിച്ചു. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, പിന്നെ മറ്റൊരു ജീവിയായി അവനെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നു. ഇതാ മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്. അവിടെ എന്തെല്ലാം വേണം? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 40 ദിവസം അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ അവൻ കിടക്കുന്നു. 40 ദിവസം രക്തപിണ്ഡമായി, മാംസപിണ്ഡമായി അവൻ 40+40+40 3 40കൾ, അതായത് 120 ദിവസം, അതായത് 4 മാസം ആ മനുഷ്യൻ അവന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിർജീവാവസ്ഥയിൽ കിടക്കുന്നു, റൂഹില്ലാത്ത അവസ്ഥയിൽ. പിന്നീട് അല്ലാഹു തആല ഒരു മലക്കിനെ പറഞ്ഞയക്കുകയും റൂഹ് ഊതുകയും ചെയ്യുന്നു. ആ സമയത്ത് അല്ലാഹു തആല ആ മനുഷ്യന്റെ കാര്യങ്ങളൊക്കെ എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാം, റിസ്ഖ്, അജല്, ശഖിയാണോ സഈദാണോ എന്ന്, അമല്, ഇതൊക്കെ അല്ലാഹു രേഖപ്പെടുത്തും. 120 ദിവസത്തിന് ശേഷം, ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിച്ചു. വൈദ്യശാസ്ത്രം പുരോഗതിയില്ലാത്ത കാലഘട്ടത്തിൽ, വൈദ്യശാസ്ത്രം പുരോഗമിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ഇത് പറഞ്ഞു. പിന്നീട് പലരും പറഞ്ഞു 4 മാസം കഴിഞ്ഞാൽ കുട്ടിക്ക് അനക്കം വരുന്നുണ്ട്, ജീവൻ നൽകപ്പെടുന്നുണ്ട്, റൂഹ് വിടപ്പെടുന്നുണ്ട് എന്ന്. പക്ഷേ ആദ്യം പറഞ്ഞത് ഹബീബായ മുത്തുനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഖാലിഖായ ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്ന അല്ലാഹുവിൽ നിന്നുള്ള അറിയിപ്പുമാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് ഊതിയതിന്റെ ശേഷം ഏകദേശം 5 മാസക്കാലം ഈ മനുഷ്യൻ അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ ഹയാത്തോടുകൂടെ ജീവിച്ചു. 5 മാസം പരമാവധി, എങ്ങനെയായാലും 5 മാസം, 4.5 മാസം, 5 മാസം ശരാശരി ഏതായാലും ഉറപ്പാ. ഹയാത്തോടുകൂടെ മാതാവിന്റെ ഗർഭാശയത്തിൽ. എവിടെയാണ് നിന്റെ പ്രകൃതി? നിന്റെ പ്രകൃതിയുടെ ഭാഷയിൽ മനുഷ്യന് ശ്വസിക്കണമെങ്കിൽ ഓക്സിജൻ വേണം. മാതാവിന്റെ ഗർഭാശയത്തിൽ ആരാണ് ഓക്സിജൻ കൊണ്ടെത്തിച്ചത്? എങ്ങനെ അവൻ ജീവിച്ചു? എങ്ങനെ നമ്മൾ ജീവിച്ചു? അല്ലാഹു അഅലം. അനങ്ങാറുണ്ടായിരുന്നു. ഗർഭത്തിലായിരിക്കെ അത് ചലിക്കുന്നുണ്ട്. ഇടക്കിടക്ക് കുഞ്ഞ് അനങ്ങുന്നുണ്ട്, ചലിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ അനക്കം നിന്നാലും പ്രശ്നമാണ്. ചലിക്കണമെങ്കിൽ അതിന് ജീവൻ വേണം, ഓക്സിജൻ വേണം, വെള്ളം വേണം, വെളിച്ചം വേണം, ഭക്ഷണം വേണം. എവിടെ നിന്ന്? മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യന്റെയും ശരീരത്തിലേക്ക് ഹഫളത്തിന്റെ മലക്കുകളെ നിയമിച്ചിരിക്കുന്നു. അവന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതാണ്. ഈ രീതിയിൽ മനുഷ്യൻ ചിന്തിച്ചാൽ, പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് ചിന്തിച്ചാൽ, അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ചും അവന്റെ ഖുദ്റത്തിനെ കുറിച്ചും മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിനെ കുറിച്ച് അവന് മനസ്സിലാക്കാനും അറിയാനും സാധിക്കും. ഇതൊന്നും ചിന്തിക്കൂല, ഒന്നും ആലോചിക്കൂല. എന്തുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാരിൽ പ്രമുഖരായ സത്യസന്ധരായ പല ശാസ്ത്രജ്ഞന്മാരും ഒരു ഘട്ടത്തിലല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിച്ച പലരും ഇസ്ലാമിലേക്ക് വരാനും കാരണമെന്താ? അവർക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതിനൊരു ശക്തിയില്ലെങ്കിൽ ഇത് നടക്കില്ല എന്ന് അവർക്കറിയാം. ഇതിനൊരു ശക്തിയില്ലെങ്കിൽ ഇത് നിലനിൽക്കില്ല എന്ന് അവർക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനും ഹിക്മത്തും ഇൽമും കൊണ്ട് നമ്മുടെ ഹൃദയം അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ. സൂര്യന്റെ പ്രകാശം ഭൂമിയിലെത്താൻ 8 മിനിറ്റ് സമയം. സൂര്യനിൽ നിന്ന് സൂര്യന്റെ പ്രകാശം ഭൂമിയിലെത്താൻ 8 മിനിറ്റ് സമയം. 8 മിനിറ്റ് സമയം.
8 മിനിറ്റ് സമയം വേണം സൂര്യനിൽ നിന്ന് വെളിച്ചം ഭൂമിയിലെത്താൻ. അത്രയും വിദൂരതയിലാണ്. പ്രകാശ വേഗത എന്ന് പറഞ്ഞാൽ ഒരു 2 ലക്ഷത്തോളം കിലോമീറ്ററാണ്. ചില ആളുകൾ 3 ലക്ഷം കിലോമീറ്റർ എന്നൊക്കെ പറയേണ്ട അല്ലാഹു സെക്കൻഡിൽ. അത്രയും പ്രകാശവേഗത, അത്രയും വേഗതയുള്ളതാണ് ഈ പ്രകാശവേഗത എന്ന് പറയുന്നത്. 8 മിനിറ്റ്. അത്രയും വിദൂരതയിൽ നിൽക്കുന്ന ആ സൂര്യന്റെ സ്ഥാനത്തിന് ഒരു ചലനം സംഭവിച്ചാൽ, ഭൂമിയോടൊന്നടുത്താൽ കരിഞ്ഞു പോകും. സൂര്യനോട് അടുത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളതത്രയും കരിഞ്ഞ് സൂര്യന്റെ ആ അഗ്നിയുടെ, ആ സൂര്യന്റെ ചൂടിന്റെ അസറ് കാരണം ഒക്കെ കരിഞ്ഞ അവസ്ഥയിലാണ് ഭൂമി. സൂര്യൻ ഒന്ന് അടുത്തു വന്നാൽ മനുഷ്യനെ വാസയോഗ്യമല്ലാതെയായി മാറും. പക്ഷേ ആ ഭൂമിയെയും സൂര്യനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ രീതിയിൽ ഇവിടെ സംവിധാനിച്ചു. എന്നാൽ സൂര്യൻ ഒന്ന് മാറി നിന്നാലോ ഭൂമി തണുത്തുറഞ്ഞു പോവുകയും ചെയ്യും. രാവും പകലും അല്ലെ, ഇന്ന ഫി ഇഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകളുടെ മാറിമറിയലിൽ, രാപ്പകലുകളുടെ വ്യത്യാസത്തിൽ മനുഷ്യന് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഭൂമിയുടെ ഈ കറങ്ങൽ, സൂര്യൻ ഭൂമിയുടെ ഒരു ഭാഗത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഭൂമി സൂര്യന്റെ ഒരു ഭാഗത്ത് വരുമ്പോൾ സൂര്യനോട് അഭിമുഖമായി നിൽക്കുന്ന ഭാഗം പ്രകാശമാകുന്നു, പകലാകുന്നു. ആ ഭൂമി അതേ സ്പീഡിൽ തന്നെ കറങ്ങിക്കൊണ്ടും ഭൂമിയുടെ മറുഭാഗം സൂര്യന് അഭിമുഖമാകുമ്പോൾ അവിടെ പകലാകുന്നു. എന്നാൽ ഈ രാത്രി എങ്ങാനും കുറച്ചു കാലം ഒരു സ്ഥലത്ത് നിലനിന്നാൽ, മറുഭാഗം പകൽ തന്നെ നിലനിന്നാൽ, ആ പകൽ നിലനിൽക്കുന്ന ഭാഗം ചാമ്പലായി പോകും, രാത്രി നിലനിൽക്കുന്ന ഭാഗം തണുത്തുറഞ്ഞ് ഐസായി പോകും. അപ്പോൾ അല്ലാഹു തആല അത് മനുഷ്യന്റെ നിലനിൽപ്പിനനുസരിച്ച് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ വർഷം കണക്കുകൂട്ടും അല്ലെ, വർഷം കണക്കുകൂട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിങ്ങനെ കറക്കാണ്. അതിനനുസരിച്ച് നമ്മൾ വർഷം കണക്കൂട്ടും. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെയൊക്കെ നിലനിൽപ്പിന് അത് ആവശ്യമാണ്. അല്ലാഹു തആല ആ രീതിയിലാണ് ഇതൊക്കെ സംവിധാനിച്ചത്. ഇതൊക്കെ ഫലക്ക് മുഴുവനും ചലിച്ചുകൊണ്ടിരിക്കല്ലേ. അല്ലാഹുവിന്റെ സംവിധാനം എത്ര അത്ഭുതകരമാണ്. ഒന്ന് സ്ഥാനചലനം സംഭവിച്ചാൽ, അതിന്റെ ഭ്രമണപഥത്തിൽ നിന്നൊരു വ്യതിയാനം സംഭവിച്ചാൽ പ്രപഞ്ചം തകർന്ന് തരിപ്പണമായി പോകും. പക്ഷേ ഒന്നും സംഭവിക്കില്ല. കാരണം എന്താ? അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ടവക്ക്. എല്ലാ നക്ഷത്രങ്ങൾക്കും ഗോളങ്ങൾക്കും പ്രപഞ്ചത്തിന് മുഴുവനും അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശമനുസരിച്ച് അതേ റൂട്ടിൽ അതേ സ്പീഡിൽ അവ ചലിച്ചുകൊണ്ടിരിക്കുന്നു. രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ നക്ഷത്രങ്ങളെ കാണാറുണ്ട്. അങ്ങനെ രാത്രിയിൽ വിജന പ്രദേശത്ത് നിങ്ങൾ മുകളിലേക്ക് നോക്കി ഒന്ന് കിടന്നു നോക്കൂ. ആകാശത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയുടെ ആകാശത്തെ അലങ്കരിച്ച ഈ നക്ഷത്രങ്ങൾ, ആകാശത്തിന് സീനത്താക്കി അല്ലാഹു അലങ്കരിച്ച, തോരണമാക്കി നിലനിർത്തിയ ഭൂമിയേക്കാൾ എത്രയോ ഇരട്ടിയിലധികം വലിപ്പമുള്ള നക്ഷത്രക്കൂട്ടങ്ങൾ. ഈ നക്ഷത്രങ്ങളെ നിങ്ങൾ നോക്കിക്കിടക്കുമ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാം ഏതോ ഒരു നക്ഷത്രം അതിശീഘ്രം അതിവേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ വാൽ നക്ഷത്രം എന്നൊക്കെ പറയും. അതിശീഘ്രം നക്ഷത്രം വലിയ ഫാസ്റ്റ് ആയിട്ട് സഞ്ചരിക്കുന്നു. പക്ഷേ ആ സഞ്ചരിക്കുന്ന നക്ഷത്രം ഈ കോടാനക്കോടി നക്ഷത്ര കൂട്ടങ്ങളുടെ ഇടയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരു നക്ഷത്രത്തിൽ പോലും അതൊന്ന് ഉരസുകയോ കൂട്ടിമുട്ടുകയോ സ്ഫോടനം നടക്കുകയോ ചെയ്യുന്നില്ല. പ്രകൃതിയാണത്രേ. ഇതാണ് അല്ലാഹു എന്ന് പറയുന്ന ആ ശക്തി. ആ അല്ലാഹുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ അല്ലാഹുവാണ് നമ്മുടെ റബ്ബ്. ആ അല്ലാഹുവിന് മാത്രമാണ് ആരാധനയ്ക്ക് അർഹനും. ഈ രീതിയിലൊക്കെ ഇതൊക്കെ നിലനിർത്തുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രം. ആ അല്ലാഹുവാണ് ഈ വലിയ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കുകയും അതിനെ തർബിയത്ത് ചെയ്യുകയും നിയന്ത്രിക്കുകയും തദ്ബീർ ചെയ്യുകയും ചെയ്യുന്ന അതേ അല്ലാഹുവാണ്
അവന്റെ കോടാനക്കോടി സൃഷ്ടിജാലങ്ങളിൽ ഒന്നുമല്ലാത്ത മനുഷ്യൻ എന്ന് പറയുന്ന വളരെ ബലഹീനനായ ദഈഫായ ഒന്നിനും ശേഷിയില്ലാത്ത ശക്തിയില്ലാത്ത ഈ മനുഷ്യനെ സംരക്ഷിക്കുന്നതും ഒന്നുമല്ലാത്ത ഈ മനുഷ്യന്റെ അപേക്ഷകൾ സ്വീകരിക്കുന്നതും ഒന്നുമല്ലാത്ത ഈ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതും ഒന്നുമല്ലാത്ത ഈ മനുഷ്യന്റെ വിളിക്കുത്തരം നൽകുന്നതും ഈ വലിയ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവാണ്. അവൻ ഈ സൃഷ്ടിജാലങ്ങളിൽ ഒക്കെ അവന്റെ ശ്രദ്ധയുണ്ട്. കൂട്ടത്തിൽ ഒന്നുമല്ലാത്ത നമ്മിലും അവന്റെ ശ്രദ്ധയും അവന്റെ നിയന്ത്രണവുമുണ്ട്. അവനറിയാതെ നമ്മൾ ചലിക്കുന്നു പോലുമില്ല. തൊട്ടടുത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്യണം എന്റെ റബ്ബ് തീരുമാനിക്കുന്നു, ഞാനത് ചെയ്യുന്നു. ഞാൻ വഫൗക തദ്ബീരിനാ ലില്ലാഹി തഖ്ദീറു. നമ്മൾ കണക്കാക്കുന്നതൊന്നും ഒന്നുമല്ല, നമുക്കൊന്നും ചെയ്യാനും സാധ്യമല്ല. അല്ലാഹു തആല കണക്കാക്കുന്നു, നമ്മൾ അതിനനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്നു. തവക്കൽ അലർ റഹ്മാനി ഫീ കുല്ലി ഹാജത്തിൻ അറത്ത ഫഇന്നല്ലാഹ യഖ്ദി വയഖ്ദിറു. അതുകൊണ്ട് തന്നെ മനുഷ്യനുള്ള ആശ്രയം എന്ന് പറയുന്നത്, മനുഷ്യനുള്ള സുരക്ഷിതത്വം എന്ന് പറയുന്നത് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. സകല കാര്യങ്ങളും അലല്ലാഹ്. തവക്കൽ അലർ റഹ്മാൻ, കാരുണ്യത്തിന്റെ കേദാരമായ അല്ലാഹുവിന്റെ മേൽ നീ നിന്റെ കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തോ. ഫീ കുല്ലി ഹാജത്തിൻ അറത്ത, നീ ഉദ്ദേശിക്കുന്ന ഓരോ കാര്യങ്ങളിലും. ഫഇന്നല്ലാഹ യഖ്ദി വയഖ്ദിറു, അല്ലാഹുവാണ് വിധിക്കുന്നവൻ, അവനാണ് കാര്യങ്ങളെ കണക്കാക്കുന്നവൻ. തവക്കൽ അലർ റഹ്മാനി ഫീ കുല്ലി ഹാജതി അറത്ത ഫഇന്നല്ലാഹ യഖ്ദി വയഖ്ദിറു. മതാ മാ യുരിദു ദുൽ അർശി അംറൻ ബിഅബ്ദിഹി യുസിബുഹു വമാ ലിൽ അബ്ദി മാ യതഖയ്യറു. മതാ മാ യുരിദു ദുൽ അർശി അംറൻ ബിഅബ്ദിഹി, അർശിന്റെ ഉടമസ്ഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അടിമയെക്കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം എപ്പോഴെങ്കിലും ഉദ്ദേശിച്ചാൽ യുസിബുഹു, ആ കാര്യം അവന് എത്തിച്ചേരുന്നു. വമാ ലിൽ അബ്ദി മാ യതഖയ്യറു, അടിമകൾക്ക് മനുഷ്യന് അവന് സ്വന്തം ഇഷ്ടം പ്രവർത്തിക്കാൻ സാധ്യമല്ല, അവനതിന് സാധിക്കുകയുമില്ല. വഖദ് യഹ്ലികുൽ ഇൻസാനു മിൻ വജ്ഹിൻ അമിനഹു വയൻജു ബിഹംദില്ലാഹി മിൻ ഹൈസു യഹ്ദറു. വഖദ് യഹ്ലികുൽ ഇൻസാൻ, ചിലപ്പോഴൊക്കെ മനുഷ്യന് നാശം സംഭവിച്ചു പോകുന്നു, മനുഷ്യൻ നശിച്ചു പോകുന്നു. മിൻ വജ്ഹിൻ അമിനഹു, അവൻ വിശ്വസിച്ചിരുന്ന അവൻ സുരക്ഷിതത്വം എന്ന് വിചാരിച്ച മാർഗത്തിൽ കൂടി മനുഷ്യന് നാശങ്ങൾ സംഭവിക്കുന്നു. വയൻജു ബിഹംദില്ലാഹി മിൻ ഹൈസു യഹ്ദറു, മനുഷ്യൻ ഭയപ്പെടുന്ന ഭാഗത്തുകൂടി പലപ്പോഴും മനുഷ്യന് രക്ഷയുണ്ടാവുകയും ചെയ്യുന്നു. ഇതേ കാരണം അവന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അല്ലാഹുവാണ് അവന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവൻ. ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുകയും ഇതിന്റെയൊക്കെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന അതേ റബ്ബ് ഒന്നുമല്ലാത്ത നമുക്കും വേണ്ടതെല്ലാം ചെയ്തു തരുന്നു. പക്ഷേ നമ്മൾ തിരിച്ചു ഒന്നും ചെയ്യുന്നില്ല. ശുക്ർ ചെയ്യാൻ പോലും മനുഷ്യൻ വിമുഖത കാട്ടുന്നു. അള്ളാഹുവിന്റെ വായു ശ്വസിച്ച് അള്ളാഹുവിനോട് ദോഷം ചെയ്യുന്നു. അള്ളാഹുവിന്റെ നിഅമത്തുകൾ ആസ്വദിച്ച് അള്ളാഹു ഇല്ല എന്ന് വാദിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് അള്ളാഹുവിനെതിരെ യുദ്ധം ചെയ്യുന്നു. അള്ളാഹുവിന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് അള്ളാഹുവിന്റെ അടിമകളെ ദ്രോഹിക്കുന്നു. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പോ സുഹൃത്തുക്കളെ, അൽ ഈമാനു ബില്ലാഹ് അൻ തുഅ്മിന ബില്ലാഹ്, ഈമാനിന്റെ പ്രഥമമായ സംഗതിയാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. ആ അള്ളാഹുവിലുള്ള വിശ്വാസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ഇതിന്റെയൊക്കെ നിയന്ത്രജ്ഞനായ, ഇതിന്റെയൊക്കെ നിയന്താവായ ആ അള്ളാഹുവിനെ മനസ്സിലാക്കി വിശ്വസിക്കുക. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു,
ഇന്നത്തെ ബുശറാക്കുമുൽ യൗമിൽ ഏറ്റവും വലിയ ഒരു സന്ദേശമായി അത് കിടക്കട്ടെ. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്. തന്റെ ശരീരത്തെ ഒരാൾ മനസ്സിലാക്കിയാൽ അവൻ അല്ലാഹുവിനെ മനസ്സിലാക്കാം. ഇനി ശരീരത്തിന്റെ പ്രസവം മാത്രമൊന്നുമല്ല, ഇനി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചോ. അവന്റെ ഭക്ഷണം കഴിക്കല്, ദഹനം, ഒരു ഫാക്ടറിയല്ലേ മനുഷ്യൻ. എല്ലാം ചിന്തിച്ചോ. ഓരോരുത്തർക്കും അർഹമായ രീതിയിലൊക്കെ കാര്യങ്ങൾ ഗ്രഹിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അഫൂ ചെയ്തു തരട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ജ്യേഷ്ഠാനുജന്മാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മളോട് ദുആ വസിയത്ത് ചെയ്തവർ, നമ്മളുമായി ബന്ധപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെയും നമ്മുടെയും ഒക്കെ ശാരീരികമായ രോഗങ്ങളെ